ഹലോ മുത്തുമണികളെ, അപ്പം നോമ്പ് 5 അപ്പം ഇന്നത്തെ കുറച്ച് വിഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഉമ്മ പുറത്തൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാട്ടോ, കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചത് കസ്റ്റേർഡ് ഉണ്ടാക്കാനുള്ള കസ്റ്റേർഡ് പൗഡർ ആട്ടോ. അപ്പോൾ അത് നാളെ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഇന്ന് തന്നെ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് നാളെ നേരത്തെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഈത്തപ്പഴം പൊരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഈത്തപ്പഴമൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ മാറ്റിയെടുത്ത് പിന്നെ അണ്ടിപ്പരിപ്പ് വെച്ച് മാവ് ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. കുറച്ച് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് ചെറിയൊരു എന്താ പറയുക, ഓവറൊന്നും വേണ്ട, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്കിന്ന് അതാണുള്ളത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി പിന്നെ നമുക്കൊന്നുള്ളത് എന്താ പറയുക, നൂലപ്പാണ് കേട്ടോ. പത്തിരിയൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞാനിതാ ഈത്തപ്പഴം പൊരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഈത്തപ്പഴം കുറച്ച് മാവ് കുറച്ചൊന്ന് വെള്ളം കൂടി പോയതുകൊണ്ട് തന്നെ മാവ് കുറവായിരുന്നു ഈത്തപ്പഴത്തിൽ. പിന്നെ മുന്തിരി നന്നായി കഴുകിയെടുക്കാൻ പോവാം കേട്ടോ. ഞാൻ മുന്തിരി എന്ന് വെച്ചാൽ കുറച്ച് വിഷമൊക്കെ ഉള്ള സംഭവമല്ലേ. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് ഞാനൊരു മണിക്കൂറോളം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈത്തപ്പഴം ജ്യൂസാണ് കേട്ടോ. ഈത്തപ്പഴം ജ്യൂസ് അടിക്കുകയാണ്. അതിൽ കുരുവൊക്കെ കളഞ്ഞിട്ട് അണ്ടിപ്പരിപ്പും പാലും കൂടെ, തണുത്ത പാലും കൂടെ ഞാനൊന്ന് കുറച്ച് സമയം ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇതാ നൂലപ്പം ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പിൽ വെച്ചു. അതിനി ഒന്ന് ചുറ്റിയെടുക്കാണ്ട് കുറച്ച് പണിയുള്ളതാണ് കേട്ടോ. അത് എനിക്ക് ഈ സംഭവം അറിയേയില്ല, ഞാനങ്ങനെ ഉണ്ടാക്കാറുമില്ല കേട്ടോ. പിന്നെ ഉമ്മാക്ക് കൈ കൊണ്ട് വയ്യ ചുറ്റിയെടുക്കാൻ. അപ്പം ഞാനും ഉമ്മാനോട് പറഞ്ഞു ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് റിസ്ക് ആണല്ലോ. അതിങ്ങനെ ചുറ്റിയെടുക്കാൻ ഭയങ്കര പണിയാണ്. പക്ഷെ എൻ്റെ അനിയത്തിക്ക് നല്ല സിമ്പിളുള്ള, അവൾ എപ്പോഴും ഉണ്ടാക്കൂട്ടത്. പക്ഷെ എനിക്ക് ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതിന് നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ ഏകദേശം അതൊക്കെ ചുറ്റിയതായി ഞാനിതാ അതിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ബത്തക്കയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതോടുകൂടി നമുക്ക് ബാക്കിയുള്ള നോമ്പാവുമ്പോൾ തിരക്കാണല്ലോ. അപ്പോൾ എല്ലാ പണികളും കൂടി വേണം നടക്കാൻ. അപ്പോൾ ഫ്രൂട്ട്സും കാര്യങ്ങളും കൂടെ കുറേശ്ശെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നൂലപ്പം റെഡിയായി. ഞാൻ അതൊക്കെ സെറ്റാക്കാണ്. പിന്നെ നല്ല ഹൈല കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ 2-3 ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ അയില തന്നെയാണ്, വേറെ മീനൊന്നും കിട്ടുന്നില്ല. അയില തന്നെയാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നല്ല ഫ്രഷ് അയിലൊക്കെ തന്നെ. അപ്പം അയില കറി വെക്കുകയാണ് കേട്ടോ നൂലപ്പത്തിലേക്ക്. പിന്നെ നമുക്ക് രാത്രി ചോറ്, അത്താഴത്തിനും ചോറ് വേണമല്ലോ. അപ്പം അതൊക്കെ അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം പൊരിച്ചെടുത്തു റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ നന്നാരി വെള്ളം ഉണ്ടാക്കാൻ പോകട്ടോ. എല്ലാവരും ചോദിക്കുന്ന ഒരു കമൻ്റ് ഇടുന്നൊരു സംഭവമാണ്. എല്ലാവരും ഇല്ല കുറച്ച് പേരിട്ടോ, എന്താണ് നന്നാരി ഇതെന്താ നന്നാരി എന്ന് പറഞ്ഞാൽ ഇതാണ് നന്നാരീൻ്റെ ബോട്ടിൽ കേട്ടോ. കണ്ടിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. നമ്മുടെ ഇവിടെ മലപ്പുറം ഈ സൈഡിൽ നന്നാരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവിടെ എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവിക്കാരം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്തത് കേട്ടോ. കാരണം കാണാത്തവരായിട്ട് നന്നാരി എന്ന് പറഞ്ഞ സംഭവം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഞാനിതാ നന്നാരി വെള്ളമൊക്കെ റെഡിയാക്കി. അപ്പോഴേക്കും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഈത്തപ്പഴം പാലും അണ്ടിപ്പരിപ്പും കൂടെ കുതിർത്ത് വെച്ച ആ ഒരു മിക്സ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഞാൻ ജാറിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ അടിച്ചെടുക്കാൻ സുഖമാണ്. മറ്റത് നമ്മൾ അപ്പം തന്നെ എടുക്കുമ്പോൾ കുതിർന്ന് കിട്ടില്ല, ശരിക്കും അടിഞ്ഞും കിട്ടില്ല കേട്ടോ. പിന്നെ കാണിച്ച മുളകില്ലേ, പിന്നെ ഇതാ ഏകദേശം ഞാനത് വെച്ചു. ഞാനിതാ അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് തന്നെ എനിക്ക് ശരിക്കും അത് കുതിർന്നിട്ട് കിട്ടി. ഞാൻ 2 അടി 3 അടി അടിച്ചിട്ടാണ് കേട്ടോ റെഡി ആയത്. പിന്നെ ഇതാ മുളക് ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായത് കേട്ടോ. ഈ മുളക് ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് അയില കറി വെച്ചത് കേട്ടോ. അയില തേങ്ങ അരച്ച് കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇതാ ഞാൻ എല്ലാം ഓക്കെ ആയി അരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതൊക്കെയാണ് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. ബത്തക്കയും മാങ്ങയും കക്കിരിയൊക്കെയാണ് കേട്ടോ. ഈത്തപ്പഴം ഒരുപാട് പൊരിക്കടിയൊന്നുമില്ല, ഒരുപാടുണ്ടായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരുപാടില്ല. അപ്പം നമ്മുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ സെറ്റായി ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സ് ആകുമ്പോൾ പിന്നെയും കഴിക്കാം. നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് കഴിക്കാൻ പറ്റും. പൊരിക്കടി ആകുമ്പോൾ അങ്ങനെ പോകുന്നില്ല, അപ്പം കുറച്ച് ഉണ്ടാക്കാറുള്ളൂ. അപ്പം ഞാൻ ടേബിളിൽ ഇതാ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പത്തിരി ഉണ്ട്, നൂലപ്പം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഇതൊക്കെയാണ് ഫുഡ് കഴിക്കാൻ. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കമൻ്റ് ഇടുക.
അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ ബൈ.